Very good morning, dear students. I'm Dr. Saudamini Menon, educationist and clinical psychologist. Welcome to DCA learning class. Today we'll see the fourth chapter from DC01 book, that is about computer software. In the previous class, we discussed there are two types of software. One is system software and the second one is the application software. In the system software, again there are three types of system software, that is operating system, second is the language processor, and third one is the device, drivers and utility software. We discussed last time's class about operating system. Now we will discuss about language processors. Now these language processors are of different types, meaning there are low level and high level language processors are there. Low level language are described. അതിനെന്താ ലോ ലെവൽ ലാംഗ്വേജിനെ എന്താ പറയണത്? മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് പറയണത്. ദാറ്റ് ഇസ് എ ലോ ലെവൽ, ഏറ്റവും താഴെ ഫസ്റ്റ് വൺ. അത് ലോ ലെവൽ, അതിന് പറയണത് എന്താണെങ്കിൽ മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന്. ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡിഫർ ഫ്രം, അല്ലേ? ഓരോ കമ്പ്യൂട്ടർ, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം വ്യത്യാസമാണ്, വേറൊരാളുടെ വ്യത്യാസമാണ്. അത് ലാപ്ടോപ്പിൻ്റെ ആണെങ്കിലും വിരോധമില്ല. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്റ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു ദി അനദർ. ദർ ഈസ് എ സെപ്പറേറ്റ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ദർ ഈസ് എ സെപ്പറേറ്റ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഓരോ കമ്പ്യൂട്ടറിനും വ്യത്യസ്തമായ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അതിനെ ഏതൊക്കെ വിധത്തിലുള്ളതാണ് അത് പറയണത്? മെഷീൻ ലാംഗ്വേജ് ഒന്നാമത്തെ, രണ്ടാമത്തെ അസംബ്ലി ലാംഗ്വേജ്, മൂന്നാമത് ഹൈ ലെവൽ ലാംഗ്വേജസ്. മനസ്സിലായോ? ഏതാണ്? 3 ലെവലുള്ളതാണ്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് പറയുമ്പോൾ തന്നെ മെഷീന് മനസ്സിലാക്കുന്ന ലാംഗ്വേജ്. അസംബ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അസംബ്ലി? ഇപ്പം നമ്മളെല്ലാം അസംബ്ലിയൊക്കെ നടത്താറുണ്ട്. എന്താ അസംബ്ലി പറഞ്ഞാൽ എല്ലാവരും അവിടെ കൂടും, അല്ലേ? അതുമാതിരി അസംബിൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. മൂന്നാമത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, എന്നാൽ നമ്മളൊക്കെ ആദ്യം നോക്കാം എന്താണ് ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയണത്. A computer can understand only special signals which are represented by 1s and 0s. 1s മുതൽക്ക് 0s വരെ these 2 digits are called, ഏതാണ്? 1s and 0s. ഈ 2 ഡിജിറ്റിനെ എന്താണ് പറയുന്നത്? ബൈനറി ഡിജിറ്റ്സ് എന്നാണ് എന്താ പറയുക. ഓക്കെ, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. എന്താണ് അതിനെ പറയുക? ബൈനറി ഡിജിറ്റ്സ്. The language which use the binary digits is called machine language. ഈ ബൈനറി ഡിജിറ്റ്സ് ഉപയോഗിക്കുന്ന അതിനെ നമ്മൾ എന്താണ് പറയുക? മെഷീൻ ലാംഗ്വേജ് എന്നാണ് പറയുക. റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഇസ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യണം അതൊക്കെ ഈസിയാണ്, പക്ഷേ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളൊരു ലാംഗ്വേജ് എഴുതണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്താണ്? 1s to 0. അതിനെ എന്താണ് പറയുന്നത്? ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയും. ആ ബൈനറി ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം എഴുതണ ഇതിനാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് വൺ. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? അസംബ്ലി ലാംഗ്വേജ്. നൗ അസംബ്ലി ലാംഗ്വേജ് ഈസ് ടു സോൾവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ബൈനറി, അല്ലേ? പണ്ട് നമ്മൾ ഓരോ പെന്ന് മഷി നിറച്ചിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ ആ മഷി നമ്മുടെ കയ്യിലാവും, ഡ്രസ്സിലാവും, കുപ്പായത്തിലാവും, പോക്കറ്റിലാവും, ബുക്കിലാവും, എല്ലാവിടെയും. അപ്പോൾ ആ ഒരു ഡിഫക്റ്റ് നികത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബോൾ പെൻസൊക്കെ വന്നത്, അല്ലേ? ബോൾ പെന്ന് നമുക്ക് വന്നു. അങ്ങനെ ഓരോ ഡിഫിക്കൽട്ടി മറികടന്ന് പുതിയതായിട്ട് ഓരോന്ന് വരുന്നതിനാണ് നമ്മൾ ഇൻവെൻഷൻ എന്നോ ഡിസ്കവറി എന്നോ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം കണ്ടിട്ട് എന്താ വന്നത്? അസംബ്ലി ലാംഗ്വേജ് വന്നു. ആ അസംബ്ലി ലാംഗ്വേജ് എന്താണെങ്കിൽ സം മീനിങ് ഫുൾ ആൻഡ് മെമ്മറബിൾ കോഡ്സ് വെയർ ഡെവലപ്ഡ്.
ഒരു മീനിങ് ഫുള്ളും അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറ്റുന്നതുമായ കോഡ് വേർഡ്സ് ഉപയോഗിക്കേണ്ടത്. സച്ച് കോഡ്സ് ആർ നോൺ ആസ് നോമിനിക്സ് എന്നാണ് പറയുക. അതിൻ്റെ സ്പെല്ലിംഗ് എന്നാണ് എം സൈലൻ്റ് ആണ്. നിമോണിക്സ് എന്നാണ് പറയുക. NEMONICS നിമോണിക്സ് എന്നാണ് അതിനെ പറയുക. ദ സെറ്റ് ഓഫ് ന്യൂമോണിക് കോഡ്സ് ഫോർ വേരിയസ് ഓപ്പറേഷൻസ് ഫോർ എ പ്രോസസ്സർ ഈസ് കോൾഡ് അസംബ്ലി ലാംഗ്വേജ്. മനസ്സിലായോ? ആ വേരിയസ് കോഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിനെയാണ് എന്താ പറയുക? അസംബ്ലി ലാംഗ്വേജ് എന്ത് വന്നു? മെഷീൻ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് ഇത് വന്നത്. മൂന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്? ഹൈ ലെവൽ ലാംഗ്വേജ്. അതിന് HLL എന്നാണ് അതിനെ പറയുക. അതെങ്ങനെയാണെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾസോ, ഈ അസംബ്ലി ലാംഗ്വേജ് എങ്ങനെയാണ്? ഇറ്റ്സ് നോട്ട് ഈസി. അതും മെഷീൻ ലാംഗ്വേജുമാതിരിയാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഓൺ മെഷീൻ ലാംഗ്വേജ്. To overcome these difficulties, high-level languages have been developed. മെഷീൻ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് ബൈനറി ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് വന്നു. അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അസംബ്ലി ലാംഗ്വേജ്. പക്ഷേ അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജിനെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ടു ഓവർകം ദീസ് ഡിഫിക്കൽട്ടീസ് ഹൈ ലെവൽ ലാംഗ്വേജസ് ഹാവ് ബീൻ ഡെവലപ്ഡ്. ദീസ് ലാംഗ്വേജ്, ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്താണ്? എനേബിൾ ടു റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് യൂസിങ് ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ഫെമിലിയർ മാത്തമാറ്റിക്കൽ സിംബോൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം എഴുതാൻ പറ്റുമായിരുന്നു. ഏതിന്? ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ. ആ ഹൈ ലെവൽ ലാംഗ്വേജിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് കോമൺലി യൂസ്ഡ് ബൈ ഏതൊക്കെയാണ്? C ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പൈത്തൺ ഉണ്ട്, വിഷ്വൽ ബേസിക് എക്സെട്ര. ഇതൊക്കെയാണ് ഒരു 5 എണ്ണം. ഏതാണ്? C ഉണ്ട്, C++ ഉണ്ട്, ജാവ, പൈത്തൺ, വിഷ്വൽ ബേസിക് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലാംഗ്വേജ് പ്രോസസ്സർ എന്തിനു വേണ്ടിയിട്ടാണ്? നീഡ് ഫോർ ലാംഗ്വേജ് പ്രോസസ്സർ ഈസ് ദാറ്റ് വൺ. ഇറ്റ് ഈസ് എ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. എന്താണ്? ഇറ്റ്സ് എ translator program is required to convert assembly language or high level language into machine instructions. എന്തായാലും മെഷീൻ ഇൻസ്ട്രക്ഷൻസിൽ വേണം. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയാണ് ഈ ലാംഗ്വേജ് പ്രോസസ്സർ ഡെവലപ്പ് ആയത്. ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സറിൽ there are 3 types of translator ഉണ്ട്. ഒന്നാമത്തെ അസംബിൾ ചെയ്യണത്. ഇൻ്റർപ്രിറ്റർ പറഞ്ഞതാണ് നമ്മൾക്ക് ഇൻ്റർപ്രിറ്റേഷൻ അല്ലേ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്നത്, അതുമാതിരി ഇൻ്റർപ്രിറ്റർ ആൻഡ് കമ്പൈൽ എല്ലാം കൂടി കൂട്ടിച്ചേർത്തത്. അപ്പോൾ അസംബിൾ ചെയ്യാനും ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാനും കമ്പൈൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജ് പ്രോസസ്സർ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ദി ഓപ്പറേറ്റിംഗ് മെത്തേഡ് ഓഫ് ദീസ് 3 ഇതിൻ്റെ അസംബിൾ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്, ഇൻ്റർപ്രിറ്റേഷൻ്റെ ജോലി ഡിഫറെൻ്റ് ആണ്, കമ്പൈലിൻ്റെ ഡിഫറെൻ്റ്. ഇത് 3 വെവ്വേറെയുള്ള വർക്കാണ് ചെയ്യണത്. നാം ഈ അടുത്തത് എന്താണെങ്കിൽ ഡിവൈസ് ഡ്രൈവ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അടുത്തത് എന്താണ്? ഡിവൈസ് ഡ്രൈവേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.